ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഇന്ന് സാറ്റർഡേ അത് കാരണം നമ്മൾ ജസ്റ്റ് വീട്ടിൻ്റെ പുറത്ത് വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഇറങ്ങും കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ചേട്ടൻ എപ്പോഴും അവിടെ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വിൽക്കും കേട്ടോ. അപ്പോൾ അധികം ദിവസവും കാണാറുണ്ട്. വീക്കെൻഡിൽ ചില സമയത്ത് കാണാറില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ പോയി നല്ല കളക്ഷൻസ് ആട്ടോ. ആ ചേട്ടൻ്റെ കയ്യിൽ കമ്മലുകൾ, മാലയുണ്ട്. അങ്ങനെ കുറേ നേരം നോക്കി. റേറ്റൊന്നും അത്രയ്ക്കില്ല, റീസണബിളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ കാണുമ്പോൾ അവിടുന്ന് വാങ്ങാറുണ്ട് കേട്ടോ. കമ്മൽ കണ്ടോ, നല്ല ഭംഗിയുള്ള കമ്മലാണ്, നല്ല വെറൈറ്റിയാണ്. അത്ര റേറ്റൊന്നുമില്ല. നമുക്ക് ചില കമ്മലൊക്കെ നമുക്കൊരു പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ചെറിയ സ്റ്റഡുകളുണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കണ്ടോ, മാലയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള മാലയും സെറ്റ് കമ്മലും കിട്ടും. അങ്ങനെ കളറൊന്നും പോവില്ല കേട്ടോ, കുറച്ച് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുന്ന് വാങ്ങാൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി, ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തൊരു ജ്യൂസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടോ കയറുന്നത്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാനിപ്പൂരി സ്റ്റോറുണ്ട്. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി ഒന്നും കഴിച്ചില്ല, എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മളവിടെ പോയി ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്നാക്സിൻ്റെ ഒരു സ്റ്റോറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവർ ടേസ്റ്റൊക്കെ നോക്കാൻ തന്നു കേട്ടോ ചിപ്സ്. പിന്നെ അവിടുന്ന് പൊട്ടറ്റോ ചിപ്സാണ് വാങ്ങിച്ചത്. ഞാൻ നമ്മുടെ കപ്പ ചിപ്സാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് അത്ര കൊള്ളില്ലായിരുന്നു. പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അതിൻ്റെ അടുത്ത് തന്നെ വിശാൽ മാർട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് കയറി. അപ്പോൾ എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 600 സംതിങ്ങോ മറ്റോ റേറ്റ് ഉള്ളൂ, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. കോട്ടൺ ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി ആ മോഡൽ ഇടുമ്പോൾ അത്ര കംഫർട്ട് ഇല്ലാത്തത് കാരണം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇഷ്ടം പോലെ പുതിയ പുതിയ ടീഷർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു, ബൈ 3 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. ഇവിടെ എല്ലാ വീക്കെൻഡ്സിലും ഇതുപോലെ നല്ല ഓഫറൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് വീക്കെൻഡിൽ ഇവിടെ. അങ്ങനെ കുറേ നേരം ടീഷർട്ട്സ് എല്ലാം നോക്കി. ഞാൻ കണ്ടോ, ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ പൂവുള്ള ടൈപ്പാണ്. പക്ഷേ എൻ്റെ സൈസിന് പറ്റുന്നതിൽ പൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ഞാനത് എടുത്തില്ല. ഞാനധികം എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം ഇതുപോലെ വിശാലിൽ നിന്നാട്ടോ എടുക്കാറുള്ളത്. കാരണം നല്ല പ്യുവർ കോട്ടൺ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ റേറ്റും റീസണബിളാണ്. അപ്പോൾ അവിടെയൊക്കെ കയറി കുറേ നേരം കടയൊക്കെ ജസ്റ്റ് ചുറ്റിക്കണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാൻ പോയി. അപ്പോൾ നമ്മൾ വീക്കെൻഡിലാട്ടോ ഒരാഴ്ചയ്ക്കുള്ളത് വാങ്ങിച്ചു വയ്ക്കുക. കാരണം നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ ബുദ്ധിമുട്ടാണ് വാങ്ങാൻ. അപ്പോൾ ഇതൊരു മലയാളി ചേട്ടൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ആവശ്യത്തിന് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു. ഇവിടെ അത്ര തിരക്കാട്ടോ വീക്കെൻഡിൽ. കാരണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ഇവിടെ നിന്നാട്ടോ വാങ്ങുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.